ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി 800 ആണ്. അപ്പോൾ ഇതിന്റെ ഡിക്കി ഷോക്ക് നമുക്ക് എങ്ങനെ മാറാമെന്ന് നോക്കാം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഡിക്കി തുറക്കുന്ന അവസരത്തിൽ നമ്മളിപ്പോൾ ഡിക്കി തുറന്നു, നേരെ ഇത് താഴോട്ട് പോവാണ്. മീൻസ് ഇതിന്റെ ഷോക്ക് വർക്കല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇതിന് ഒരു ഷോക്കാണ് വരുന്നത്, അത് റൈറ്റ് സൈഡിലായിരിക്കും ഇതിന്റെ ഷോക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഡിക്കിയുടെ ഷോക്ക് വരുന്നത് ഇതിന്റെ റൈറ്റ് സൈഡിലാണ്. ഇതിന്റെ ഡിക്കി ഷോക്ക് വരുന്നത് ഈ കാണുന്നതാണ് ഇതിന്റെ ഡിക്കി ഷോക്ക് വരുന്നത്. ഈ സൈഡിൽ ഇതിന് ഡിക്കി ഷോക്ക് ഇല്ല, ഒരു സൈഡിൽ മാത്രമേ ഇതിന് ഡിക്കി ഷോക്ക് വരുന്നുള്ളൂ. അപ്പൊ ഈ ഡിക്കി ഷോക്ക് പോയി കഴിയുമ്പോഴാണ് ഈ ഡിക്കി നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. നമ്മളിപ്പോ പുതിയ ഡിക്കി ഷോക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ വില വന്നിട്ട് 363 രൂപയാണ് വരുന്നത്. ഇത് മോൺട്രോയുടെ ഷോക്കാണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഡിക്കി ഷോക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു 10ന്റെ ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു 10ന്റെ ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 10ന്റെ ബോൾട്ട് അഴിക്കാതെ തന്നെ നമുക്ക് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ ക്ലിപ്പ് അങ്ങ് അഴിച്ചെടുക്കാം. ഈ ഭാഗത്ത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളി കഴിഞ്ഞാൽ ഇത്രയും തള്ളി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോബ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് വിടുക. അതേപോലെ തന്നെ ഈ ഭാഗത്തെ നോബ് നമുക്ക് അഴിച്ചെടുക്കാം. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിക്കി ഷോക്ക് സിമ്പിളായിട്ട് മാറി എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ അതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോക്ക് കറക്റ്റായിട്ട് തന്നെ എൻഗേജ് ആയി കിടക്കുവാണോ എന്ന് നോക്കുക. രണ്ട് സൈഡിൽ നമ്മൾ ആ 10ന്റെ ബോൾട്ട് വരുന്ന ആ 10ന്റെ ത്രെഡ് വരുന്ന ഭാഗം നമ്മളിങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഴിക്കാതെ തന്നെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഡിക്കി ഷോക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ ഭാഗത്തെ ലോക്ക് അഴിച്ചെടുക്കാനായിട്ട് പോവാണ്. ലോക്ക് ജസ്റ്റ് ഒന്ന് തള്ളിച്ചാൽ മാത്രം മതി പുറത്തോട്ട്. നമ്മളിങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിങ്ങനെ ഊരി കയ്യിൽ വന്നിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. ഇനി ഡിക്കി ഒന്ന് ചെറുതായിട്ട് അതിന്റെ ഈ ഷോക്കിൽ നിന്നുള്ള ലോഡ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്തെയും ലോക്ക് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഡിക്കി നല്ലതുപോലെ ഹോൾഡ് ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ദേഹത്ത് വന്ന് അടിക്കാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. ഈ ഭാഗത്തെ ലോക്ക് നമ്മൾ ചില ലോക്ക് ഊരിയെടുക്കാനായിട്ട് ഇച്ചിരി പടക്കി നമ്മൾ പൂർണ്ണമായിട്ടും അഴിച്ചെടുത്തിട്ടില്ല. അതിന് മുമ്പേ ഇത് ലോക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ഷോക്ക് എടുക്കാം. അപ്പോൾ പുതിയ ഷോക്ക് എപ്പോഴും എടുക്കുമ്പോൾ ഇതിന്റെ ലെങ്ത് കറക്റ്റ് ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. ഇതിന്റെ ലെങ്ത് കറക്റ്റാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ലോക്കിന്റെ ഭാഗത്ത് കൊണ്ടുവെക്കുക. ഒറ്റ പ്രസ് ചെയ്യാം. ഇപ്പോൾ പ്രസ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക ഇത് കറക്റ്റായിട്ട് ലോക്കാണോ കിടക്കുന്നതെന്നുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ആ ഹോളിന്റെ ഭാഗത്ത് കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം ഒറ്റ പ്രസ് ചെയ്യുക. ഇനി പെതുക്കെ കൈയെടുത്ത് നോക്കുക. ഇപ്പോൾ ഡിക്കി കറക്റ്റായിട്ട് തന്നെ പൊങ്ങി നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഡിക്കി ഒന്ന് അടച്ചു നോക്കാം. ഈ ലോക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക. ഈ ഭാഗവും ജസ്റ്റ് വലിച്ചു നോക്കുക ലോക്കിലാണോ കിടക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഡിക്കി ഒന്ന് അടച്ചിട്ട് തുറക്കാം. ഡിക്കി നമ്മൾ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. തുറക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ തുറന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 10 ഇതിനകത്ത് നിന്ന് അഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ത്രെഡ് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ക്രോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ബോൾട്ടിന്. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ 10ന്റെ അഴിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഷോക്ക് മാറിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ഡിക്കിയുടെ ഷോക്ക് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറാമെന്നുള്ള. മാരുതി 800 മാത്രമല്ല, ഒട്ടുമിക്ക ഡിക്കി ഷോക്കുകളും വരുന്നത് ഈ ഒരു ലോക്ക് ടൈപ്പ് ആയിരിക്കും വരുന്നത്. ചിലതിന് ക്ലാമ്പ് കാണാം. ആൾട്ടോയ്ക്കൊക്കെ ക്ലാമ്പുള്ള മോഡലുണ്ട്. ചിലതിന് ഈ ലോക്ക് വരാത്ത ഒരു ആൾട്ടോയ്ക്ക് ഒരു മോഡൽ വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ 10ന്റെ ബോൾട്ട് ആയിരിക്കും, ഒരു സൈഡിൽ ലോക്ക് ആയിരിക്കും. ചില സ്വിഫ്റ്റ് അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ ലോക്ക് മാത്രം നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് പൊക്കിയിട്ട് ഈ ലോക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഡിക്കിയുടെ ഷോക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിക്കി ഷോക്ക് ഈസി ആയിട്ട് മാറാമെന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.